ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, അച്ഛാ പോണ്ടേ, വാ. വന്നടാ. അച്ഛാ ദേ വന്നു. നീ ബഹളം വയ്ക്കാടാ. എന്റെ പൊന്നച്ഛ, വണ്ടി വന്നു, പോണ്ടേ? പോവാലോ. അച്ഛനിപ്പോ റെഡിയാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നത് ജെആറിന്റെ ഓഫീസിലല്ലടാ. നിന്റെ ഗൗരവം ഞാൻ കാത്തു സൂക്ഷിക്കണ്ടടാ. അച്ഛനിപ്പോ ജീവിതമൊക്കെ നല്ലവണ്ണം ആസ്വദിച്ചു തുടങ്ങിയല്ലേ? എടാ, ഈ കൺമുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങളൊക്കെ വിട്ടുകളയുന്നവര് മണ്ടന്മാരാ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ശരി. പിന്നെ എനിക്ക് വേണ്ടി നീ ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ എന്തിനാടാ തട്ടിക്കളയുന്നത്? അച്ഛന് മനസ്സിലായ പോലെ ഇത് അമ്മയ്ക്ക് മനസ്സിലായ മതിയായിരുന്നു. വാ, നമുക്കിറങ്ങാം. ബാബാ. അമ്മേ, അമ്മേ, അമ്മ ഒന്നിങ്ങ് വന്നേ. എന്താ? അമ്മേ, ജീവനും അച്ഛനും പുറത്തേക്ക് പോയി. എനിക്ക് ഹരിയുടെ അടുത്തേക്ക് പോണം. അത് ഇപ്പൊ വേണോ മോളെ? പിന്നെ ഹരിന്റെ ഭർത്താവല്ലേ അമ്മേ? ഞങ്ങളുടെ മുന്നില് സിയെ എന്തേലും പറഞ്ഞ ആ ബന്ധം ഇല്ലാണ്ടാവോ? എനിക്ക് പോണമേ. ഹരിയെ കണ്ടേ പറ്റൂ. മോളെ, നിന്നെ തടയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അതിന്റെ പേരിലുണ്ടാവുന്ന പ്രശ്നങ്ങള്. ഒരു പ്രശ്നം ഞാൻ കാര്യമാക്കുന്നില്ലമ്മേ. ഹരി വേദനയോടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പോണം. പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം. എങ്കിൽ നീ സൂക്ഷിച്ചു പോയിട്ട് വാ. നിങ്ങൾ തമ്മിൽ കാണുന്നത് ആ സിഐയോ മറ്റോ അറിഞ്ഞ അയാളുടെ ഭാഷയില് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, അവിഹിതമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവരാ. പക്ഷെ ഈ നാട്ടില് പകൽ വെളിച്ചത്തില് രണ്ടുപേർക്കും തമ്മില് പരസ്പരം കാണാൻ പാടില്ലെന്നുണ്ടോ? ഉണ്ടോ അമ്മേ? സിഐ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാല് പറയേണ്ടത് എന്തൊക്കെ നിയമങ്ങളാണെന്ന് എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞമ്മേ. മോളെ, നീ ഹരിയോട് സൂക്ഷിക്കാൻ പറയണം. ചതിച്ചു വീഴ്ത്തിയിരിക്കുക. ഇനി എന്തൊക്കെ അവര് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മോളെ പോയിട്ട് വാ. ശരി അമ്മേ. കാറ്റ്